ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ജിദ്ദയിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടാണ്. ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എങ്ങനെയെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഫുൾ വണ്ടി പാർക്കിങ്ങുള്ള സ്ഥലങ്ങളാണ്. എത്രത്തോളം വണ്ടി ഉണ്ടോ അത്രത്തോളം പാർക്കിങ്ങുള്ള സ്ഥലമുണ്ട്. ഇതാണ് നമ്മളെ വണ്ടി. അങ്ങാണ്ട് സെറ്റപ്പല്ലേ? ഈ ഒരു സാധനം കണ്ടില്ലേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾക്ക് തണലിന് വേണ്ടിയിട്ടാണ്. നമ്മളെ നാട്ടിൽ മനുഷ്യന്മാർക്ക് തന്നെ അല്ല, ഇവിടെ വണ്ടികൾക്ക് അടക്കമുണ്ട്. കണ്ടില്ലേ? ഇതില്ലെങ്കിൽ വണ്ടി കളറൊക്കെ മങ്ങും. അതാണ് ഒന്നാമത്. അമ്മാര് വെയിലല്ലേ, വെയിലും ചൂടും. ഇനി നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കാം. അതിന് മുന്നേ വണ്ടി ലോക്കാക്കിയിട്ടില്ല. ഓക്കെ, ആകപ്പാടെ ഒഴിഞ്ഞ് കിടക്കണുണ്ടില്ലേ? ഇതാണ് സൗദി അറേബ്യ. ഇത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഉൾഭാഗമാണ്. ഇല്ലേ? ഈന്തപ്പന മരങ്ങൾ, അതിന് കുറവൊന്നും ഉണ്ടാവില്ല അവിടെ. ഇതാ ഇവിടെ ഉണ്ട് പടവേരെ. ആരൊക്കെ പടുത്തിട്ട് പോയിക്കണു. ഇവിടെയൊക്കെ പടുത്ത് പോയിക്കണു. നല്ല കാറ്റടിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് ഉണ്ടാവും. വണ്ടികൾ പാർക്ക് ചെയ്യണോടത്തൊക്കെ അതിനുള്ള തണലിനുള്ള സാധനമുണ്ട്. എന്തോ ഒരു പെരയാണ്, എന്താണെന്നറിയില്ല. ഒരു പഴമുള്ള മാറ്റത്തെ ഒരു പെര. കല്ലുകൊണ്ടൊക്കെ പടുത്ത് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തേലും റൂമായിരിക്കും. പിന്നെ അതാ അവിടെ ഒരു പള്ളിയുണ്ടല്ലേ. ഇങ്ങനത്തെ പള്ളികളൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. ടിക്കറ്റ് കൊടുത്ത് സൗദി അറേബ്യക്ക് വരണം. ഒരു റൗണ്ട് പള്ളിയാണ്. കാണണമാതിരി നല്ല വലിയ പള്ളിയാണ്. ഒറ്റ റൗണ്ടേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നല്ല വീതി വിസ്താരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ നടക്കാം. ഈ കാണാനാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. കണ്ടാൽ പറയോ എന്താ അതിൻ്റെ സെറ്റപ്പ്? വല്ല ഷോപ്പിംഗ് മാളിൻ്റെ മാതിരി ഉണ്ട് അല്ലേ? ഇതാണ് ഗവൺമെൻറ് ആസ്പത്രി. നമ്മളവിടെ ഉണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. കുറച്ചങ്ങനെ നടക്കാം. ഇപ്പോഴാണ് അതിൻ്റെ മുന്നിൽ കൂടെ ഒരാൾ അങ്ങോട്ട് പോയത്. ഉള്ള ആൾക്കാരും ഫോണും വേണം. നല്ല ഗാർഡൻ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ? ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലത്തെ റോഡുകളാണില്ലേ, ഇവിടെയും ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിക്കണം, അല്ലെങ്കിൽ ഫൈൻ കിട്ടും. ഇതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലും ഫൈൻ കിട്ടുന്ന സംഭവമാണ്. പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നുണ്ടാവും. അതൊരു ഗേറ്റാണ് പുറത്തേക്ക് പോകാനുള്ളത്. എന്താണ് ഈത്തപ്പഴ പനികൾ നിരക്കനെ നിൽക്കുക. ഇമാരി വെയിലത്ത് ഇതിന് മാത്രമേ ഉള്ളൂ താങ്ങി നിൽക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഹോസ്പിറ്റൽ. ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. വോയിസ് ചെറിയ ഇതുണ്ടാവും. അതൊന്നാമത് ഈ കാറ്റുണ്ട് ഇവിടെ. പിന്നെ എൻ്റെ സൗണ്ടാണെങ്കിൽ ഒരടഞ്ഞ സൗണ്ടല്ലേ. അതാണ് ഒന്നാമത്. എന്താ അതിൻ്റെ ഒരു സെറ്റപ്പ്? വൃത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഒരു കവർ പോലും ഉണ്ടാവില്ല അവിടെ. കണ്ടില്ലേ?
അത്രയ്ക്ക് ക്ലീൻ ആൻഡ് നീറ്റാണ്. ഫുൾ സെറ്റപ്പ്. നമുക്ക് കുറച്ച് വെള്ളച്ചാട്ടം കണ്ണിക്കണ്ടൊക്കെ കാണാം. വെള്ളച്ചാട്ടമല്ല, ചെറിയ വാട്ടർഫാൾസ്. എന്തോ സ്ക്രീനിൻ്റെ എന്തോ ഇതാണ്. ഇതൊരു പന്തുമ്മ കുറെ ഒരു ചെടി കണ്ടില്ലേ, എന്താ ചൊറുക്കല്ലേ, എന്ത് ചെടിയാന്നാവോ, ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. ഇവിടെ ഒരു ചെറിയൊരു പനന്തങ്ങുണ്ട്. എല്ലാം കൊണ്ടും സെറ്റപ്പാണ്. ഇവിടെ കൊച്ചു കൊച്ചു അരുവികളൊക്കെ ഉണ്ട്, വെള്ളച്ചാട്ട അരുവികൾ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കുക. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട്. എന്താ അതിൻ്റെ ഒരു ചെറുപ്പ്. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. സൂപ്പർ. ഞാൻ ഡെയിലി ഇവിടേക്ക് വരുന്നുണ്ട്, ഈ ജിദ്ദയിൽ ഈ ഹോസ്പിറ്റലിലേക്ക്. അപ്പം ഞാൻ ഇങ്ങനെ കരുതും ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്താലോ. ഇത്രയൊക്കെ ഭംഗിയാണ്, ഇത്രയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഓരോ കാര്യങ്ങളും. ഉണ്ടല്ലേ, ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറാനുള്ള വാതിലുകൾ. ആ പോണു. അവിടെ ഒരു ബുഷും കൊണ്ടൊരു കവാടം ഉണ്ടാക്കിക്കണുണ്ട്. കാണുമ്പോൾ തന്നെ എന്താ ചൊറുക്ക്. ചൊറുക്ക് മാത്രമേ ഉള്ളൂ എന്ന് അറിയില്ലേ. ഇതവിടെ ഒരു ഗോജിയിൽ കുറച്ച് ചെടികളുണ്ട്. എന്താ അതിൻ്റെ ഒരു രസം. എന്ത് ചെടിയാന്നാവും. നമ്മള് കറ്റാർവാഴൻ്റെ ഒക്കെ ഒരു മോഡല്, പക്ഷെ കട്ടില്ല. ഫുൾ സെറ്റപ്പാണ് ഇവിടെ. ഇവിടെയും കുറച്ച് പാർക്കിംഗ് ഉണ്ട്, പക്ഷെ ഇവിടെ മറ്റേ തണലിനുള്ള സാധനമില്ല. മറ്റേത് ഒഴിഞ്ഞ് കൊണ്ട് പാർക്ക് ചെയ്യണതാണ്. ഇതെവിടെ ഒരു ഗാർഡൻ ഉണ്ട്. ആഹാ, എന്താ അതിൻ്റെ ഒരു ഭംഗി. ഇതാണ് ഞാൻ പറഞ്ഞ ഗവൺമെൻറ് ഹോസ്പിറ്റല്. കണ്ടോളി മക്കളെ, എന്താ അത്. എൻ്റെ ഉള്ളിലേക്ക് കയറുകയൊക്കെ ചെയ്യാം, പക്ഷെ ഞാനെന്താ അറിയുക കയറാത്ത. വെറുതെ എന്തിനാ ഇല്ലാത്ത അസുഖങ്ങൾ വലിച്ചു വാരി വരുത്തണേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകണില്ല. അവിടെ ഒരു ബോർഡുണ്ട്, സ്റ്റോപ്പ്. ഇവിടുന്ന് പടക്കം പൊട്ടണ സൗണ്ട് ഉണ്ട്. ഇവിടെ ഉണ്ടോ ദീപാവലിയും വിഷു? ഇവിടെയും പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഇവിടെ പെരുന്നാക്കൊക്കെ പടക്കം പൊട്ടിക്കൊണ്ടില്ല. ഇതാ ഒരു പച്ച പോണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇത്രക്കും ഭംഗിയുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാന്ന് കരുതി. അതൊക്കെ പാടും. ബുഷ് കൊണ്ട് ഉണ്ടാക്കിക്കണേ. എന്താല്ലേ പ്രകൃതി ഇങ്ങനെ. ഇവർക്ക് ഈ പച്ചപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഈ ഒന്നാമത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കണം, വൃത്തി കൊടുക്കാനും. കാണാൻ നല്ല ചുരുക്കാണ് ഗൾഫ്. താജ്മഹലിൻ്റെ മാതിരി ഉണ്ട് അല്ലേ ഈ പള്ളി കാണുമ്പോൾ.
എന്താ അതിൻ്റെ ഒരു ചൊറുക്ക്. കുറേ ഈത്തപ്പന മരങ്ങളുടെ നടുവിലിങ്ങനെ റൗണ്ടായിട്ടുള്ളൊരു വള്ളി. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഞാൻ ഇതിൻ്റെ ചൊറുക്ക് കണ്ടപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ നിർത്തി, ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക. അതാറ് വലുപ്പമാണ്, ഫുൾ സെറ്റപ്പ് ഉണ്ടാവും. ഫ്രീ ആണ്, ഫ്രീ. നമ്മളവിടെയും ഫ്രീ തന്നെയാണ്. ഇപ്പം സായാഹ്ന സന്ധിയിലുള്ള ചൊറുക്കാണത്. അപ്പം എന്തായാലും പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഡെയിലി ഇങ്ങോട്ട് ഇങ്ങനെ വരും. അപ്പോൾ എന്നിങ്ങനെ വിചാരിക്കും ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഓക്കെ, താങ്ക് യു.